തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ തിളങ്ങുകയാണ് കോട്ടപ്പുറം. ഇവിടെ മുന്നണികൾ എല്ലാവരും തന്നെ കടുത്ത പോരാട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 38ാം ഡിവിഷൻ കോട്ടപ്പുറത്താണ്. കോട്ടപ്പുറം 38ാം ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിനോദ് കൃഷ്ണയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് മത്സരരംഗത്ത് ആദ്യമായിട്ടാണോ? മത്സരരംഗത്ത് ആദ്യമായിട്ടാണ്. എന്നാൽ 25 വർഷമായി ഈ കോട്ടപ്പുറം ഡിവിഷനിൽ BJP കാര്യങ്ങൾക്കായി വർക്ക് ചെയ്യുന്നു. പ്രചരണം എവിടെ വരെയാണ്? പ്രചരണം 4ാം ഘട്ടം തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ എത്രത്തോളം ഉണ്ട് ഇതുവരെയുള്ള പ്രചരണത്തിന്? വളരെ നല്ല സഹകരണമാണ്. അവർക്കറിയാം, എന്താ വെച്ചാൽ നമ്മൾ തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി, വളരെ സന്തോഷത്തോടെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. കോട്ടപ്പുറം 38ാം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന P. ഹരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തോട്ടുള്ള ഒരു കടന്നുവരവ്? കുട്ടിക്കാലം തൊട്ട് തന്നെ കോട്ടപ്പുറത്ത് എല്ലാവിധ കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അതിൽ 18 വർഷമായിട്ട് ഞാൻ വീടുകളായിട്ട് കൂടുതൽ സമ്പർക്കമുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ ഞാനൊരു മിൽമയുടെ ഏജൻ്റാണ്. അപ്പോൾ കോട്ടപ്പുറത്തെ ഒട്ടുമിക്ക വീട്ടുകളുടെയും പ്രശ്നങ്ങൾ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. കഴിഞ്ഞ 3 ടേമായിട്ട് ഇവിടെ കോൺഗ്രസ് BJP മാറി മാറി ഭരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ നാട്ടുകാരെ പോലെ തന്നെ എനിക്ക് നല്ലപോലെ അറിയണ കാരണം കൊണ്ടാണ് പാർട്ടി എന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? എത്രാമത്തെ ഘട്ടത്തിലോട്ടാണ് ഇപ്പോൾ? ഇപ്പോൾ ഞങ്ങൾ വീട് കയറി 3-4 റൗണ്ട് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ലിസ്റ്റ് കറക്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി സ്ലിപ്പ് കൊടുക്കണം. അപ്പോൾ ഒരു 5-6 ഘട്ടം എന്തായാലും വീടുകൾ നമ്മൾ എത്തും തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ? ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ട്, നമ്മുടെ റോഡുകളുടെ അവസ്ഥ, സ്ട്രീറ്റ് ലൈറ്റ്, കുടിവെള്ളം. ആ വെള്ളത്തിന്റെ പ്രശ്നം ഇവിടുത്തെ ആദ്യം പരിഹരിക്കും. 38ാം ഡിവിഷൻ ഇപ്രാവശ്യം LDFന് തന്നെ എന്ന് ഉറപ്പിക്കാമോ? തീർച്ചയായിട്ടും തവണ ഇത് BJPയുടെ കയ്യിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുന്നില്ല, യാതൊരുവിധ സംശയവും വേണ്ട. കോട്ടപ്പുറം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K. ഗിരീഷ് കുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാരുടെ ഭാഗത്തുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഇതെനിക്ക് കോട്ടപ്പുറം ഡിവിഷനിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ കൗൺസിലറാണ്. അപ്പോൾ ഇവിടെ 38ാം ഡിവിഷനിൽ ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ? കോർപ്പറേഷനിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വളരെയധികം വർക്കുണ്ട്. റോഡുകളുടെ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ അതൊന്നും നടപ്പിലാക്കാണ്ട് വെറുതെ കാലം കളയുന്ന ഒരു 10 കൊല്ലമാണ് കഴിഞ്ഞു പോയത്. യുവതലമുറയ്ക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വികസന പദ്ധതികളുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഇതൊരു എന്താ പറയുക എഡ്യൂക്കേഷണൽ സിറ്റിയാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. ഇപ്പോൾ എയിംസ് ഇവിടെ വരണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഒരുമയോടെ നമ്മൾ പ്രവർത്തിച്ചാൽ എയിംസ് ഇവിടെ വരും. UDF സ്ഥാനാർത്ഥികളെല്ലാവരും വിജയിച്ചു വന്നാൽ നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ കോട്ടപ്പുറത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇനി കാത്തിരിക്കുന്നത് ജനവിധിക്ക് വേണ്ടി. കോട്ടപ്പുറത്തു നിന്നും സിബി പോട്ടോറിനൊപ്പം പ്രിയങ്ക, TCV.